Hi students, welcome back. നമ്മളിന്ന് കാണാനായിട്ട് പോകുന്ന ടോപ്പിക്ക് ഈസ് FPGA or Field Programmable Gate Array. Field Programmable Gate Array, FPGA. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ ലെക്ചേഴ്സിൽ നമ്മളൊരു ക്ലാസിഫിക്കേഷൻ കണ്ടായിരുന്നു. പ്രോഗ്രാമബിൾ ലോജിക് ഡിവൈസസിൻ്റെ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻസ് കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. നമ്മൾ ഓൾറെഡി CPLD ആസ് വെൽ as SPLD ഡിവൈസസിനെ കണ്ടിട്ടുണ്ടായിരുന്നു. Now we are moving on to FPGA. FPGA stands for Field Programmable Gate Array. അപ്പോൾ നേരത്തെ കണ്ട നമ്മുടെ കോംപ്ലക്സ് പ്രോഗ്രാമബിൾ ഡിവൈസസിനെക്കാട്ടിലും കുറച്ചും കൂടെ ഹയർ കോംപ്ലക്സിറ്റി ഉള്ള ഫങ്ഷൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ടാണ് ബേസിക്കലി നമ്മൾ FPGA യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ദിസ് ഈസ് ഹാവിങ് ദ ഗ്രേറ്റസ്റ്റ് ലോജിക് കപ്പാസിറ്റി. അപ്പോൾ അതേപോലെ തന്നെ ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് FPGAയുടെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് അതിനകത്തുള്ള ഡിഫറെൻറ്റ് ലോജിക് ബ്ലോക്സ് ആണ്, അല്ലെങ്കിൽ കോൺഫിഗറബിൾ ലോജിക് ബ്ലോക്സ് അല്ലെന്നുണ്ടെങ്കിൽ ലോജിക് എലമെൻറ്റ്സ് എന്നൊക്കെയുള്ള പേരിൽ അത് വിളിക്കാറുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഓരോ ലോജിക് ബ്ലോക്സിൻ്റെ അകത്തും ഇറ്റ് വേരീസ് ഫ്രം ഓൾമോസ്റ്റ് 64 to thousands ഓഫ് ലോജിക് ഗേറ്റ്സ് ആയിരിക്കും ഇതിനകത്ത് ഓരോ CLBs എന്ന് വിളിക്കും, ഓർ ലോജിക് ബ്ലോക്സ് ഓർ ലോജിക് എലമെൻറ്റ്സ്. ഓക്കെ, അതിൻ്റെ അകത്ത് ഉണ്ടാകും. അങ്ങനെ ഒരു അറേ ഓഫ് CLBs നമുക്ക് കാണും, വിച്ച് മീൻസ് അത്രയും കോംപ്ലക്സിറ്റി ഉള്ള ലോജിക് സർക്യൂട്ടറീസ് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും വിത്ത് ദ ഹെൽപ്പ് ഓഫ് FPGA. ആൻഡ് ഓൾസോ മോർ ദാൻ 1000+ പിൻസ് ഒക്കെ ആയിരിക്കും ഇതിൻ്റെ FPGA ചിപ്പിൻ്റെ നമുക്ക് പോസിബിളായിട്ട് വരുന്നത്. ഓക്കെ, ദെൻ വേറെ തരത്തിലുള്ളത് അക്കോർഡിംഗ് ടു ദ ഗ്രാനുലാരിറ്റി ദിസ് ഈസ് ബീങ് ക്ലാസിഫൈഡ് ഇൻ കോഴ്സ് ഗ്രെയിൻഡ് ആൻഡ് ഫൈൻ ഗ്രെയിൻ. ഇപ്പോൾ ഗ്രാനുലാരിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് അക്കോർഡിംഗ് ടു ദ മാക്സിമം നമ്പർ ഓഫ് ഗേറ്റ്സ് ദാറ്റ് ക്യാൻ ബി ഇംപ്ലിമെൻറ്റഡ് ഓർ ദ ട്രാൻസിസ്റ്റേഴ്സ് ഇൻപുട്ട് ഔട്ട്പുട്ട്സ് അതൊക്കെ വെച്ചിട്ടാണ് ഇത് രണ്ടായിട്ട് ബേസിക് ആയിട്ട് ഇതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമായിട്ട് നോക്കാനായിട്ടുള്ളത് ഫീൽഡ് പ്രോഗ്രാമബിൾ ഗേറ്റ് അറേ എന്നാണ് ഇതിൻ്റെ പേര് അല്ലേ. അപ്പോൾ ഫീൽഡ് പ്രോഗ്രാം, അപ്പോൾ ബാക്കിയുള്ളതിൻ്റെ കേസിൽ നിന്ന് കുറച്ചും കൂടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതിൻ്റെ കേസ് എന്ന് പറയുന്നത് ഫീൽഡ് പ്രോഗ്രാമബിൾ മീൻസ് ദ പ്രോഗ്രാമിംഗ് ക്യാൻ ബി ഡൺ എൻറ്റയർലി അറ്റ് ദ കസ്റ്റമർ എൻഡ്. കസ്റ്റമറിൻ്റെ തന്നെ ഇതിനകത്തുള്ള നേരത്തെ കേസുകളിൽ നമുക്ക് ബാക്കിയുള്ള നമ്മൾ ഉള്ള PLD ഡിവൈസസിൻ്റെ കേസിൽ നമ്മൾ കണ്ടപ്പോൾ എങ്ങനെയായിരുന്നു, അതിൽ നമുക്കൊരു ഹാർഡ്വെയർ സർക്യൂട്ടറി അല്ലെന്നുണ്ടെങ്കിൽ ഇതൊക്കെയാണ് ഇതിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മാക്സിമം സെറ്റ് നമുക്ക് ഗിവൺ ആണ്. അതിനകത്ത് നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള ഫങ്ഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ഗിവൺ ഹാർഡ്വെയറിൽ നിന്ന് എടുക്കാൻ പറ്റുമായിരുന്നു ചെയ്യുന്നത്. ബട്ട് ഇവിടെ എന്ന് പറയുന്നത് ഫുള്ളി നമുക്കൊരു കസ്റ്റമറിന് തന്നെ എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് ആണ് വേണ്ടിയത് എന്നുള്ളത് നമുക്ക് ഡിസൈഡ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഡിസൈൻ ടേൺ അറൗണ്ട് ടൈം എന്ന് പറയുന്നത് വിൽ ബി ലെസ് വെൻ കമ്പയർഡ് വിത്ത് ദ അതർ PLD ഡിവൈസസ് എന്ന് പറയുന്നതാണ് എൻ്റെ ഏറ്റവും ഹയസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കാണുന്നത് ഇസ് ബേസിക്കലി ദ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് എ ഫീൽഡ് പ്രോഗ്രാമബിൾ ഗേറ്റ് അറേ. ഇപ്പം സൈലിങ്സ് FPGA എന്ന് പറയുന്നത് സൈലിങ്സ് ഇസ് വൺ ഓഫ് ദ മാനുഫാക്ചറർ ഓഫ് FPGA. അതുപോലത്തെ ഡിഫറെൻറ്റ് കമ്പനീസ് ഉണ്ട്, ആക്ടൽ, അങ്ങനെ ഡിഫറെൻറ്റ് കമ്പനീസ് ഉണ്ട്. എന്തായാലും ബേസിക് ബ്ലോക്ക് ഡയഗ്രാം എന്ന് പറയുന്നത് സെയിം തന്നെയാണ്, എല്ലാത്തിൻ്റെയും ഡിഫറെൻ്റ്. ബേസിക്കലി ദർ ആർ 3 ഇമ്പോർട്ടൻറ്റ് കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് ദ ബ്ലോക്ക് ഡയഗ്രാം. ദ ഫസ്റ്റ് വൺ ഈസ് ദ കോൺഫിഗറബിൾ ലോജിക് ബ്ലോക്ക് ഓർ CLB. അപ്പോൾ ഇതിനകത്തായിരിക്കും നമുക്ക് പ്രോഗ്രാമബിൾ ലോജിക് ഫങ്ഷൻസ് ഒക്കെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ റിക്വയർഡ് ആയിട്ടുള്ള ലോജിക് ഫങ്ഷൻസിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ CLBs. Then there are programmable interconnects which connects the CLBs as well as IO ബ്ലോക്കുമായിട്ടുള്ള ഇൻ്റർകണക്ഷൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻ്റർകണക്ട്സ് വേണ്ടി വരും, which are done they are also programmable. ഇൻ്റർകണക്ട്സും പ്രോഗ്രാമബിൾ ആണ്. CLB നമ്മൾ ഓൾറെഡി പറഞ്ഞു, they are programmable. ഇൻ്റർകണക്ട്സും ഇവിടെ പ്രോഗ്രാമബിൾ ആണ്. ആൻഡ് ദാറ്റ് ഈസ് ഡൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്വിച്ച് മെട്രിക്സസ് ആസ് വെൽ ആസ് ദർ ആർ ഡിഫറെൻറ്റ് ഹൊറിസോണ്ടൽ ആസ് വെൽ ആസ് വെർട്ടിക്കൽ programmable lines, interconnect lines. Then the third block is the IO block or the input-output block. ഇവിടുത്തെ കേസിൽ നമ്മളുടെ IO പിൻസും പ്രോഗ്രാമബിൾ ആണ്. ഏതൊക്കെ പിൻസ് യൂസ് ചെയ്യണം അല്ലെങ്കിൽ ഇതിൻ്റെ ഔട്ട്പുട്ട് ഇതിലേക്ക് കൊടുക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം യൂസറിന് തന്നെ പ്രോഗ്രാം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ സെയിം ഡയഗ്രാം തന്നെ ആ 3 കോൺസ്റ്റിറ്റ്യൂവൻസ് ആയിട്ട് ജസ്റ്റ് കുറച്ചുകൂടി സിംപ്ലിഫൈഡ് ഡയഗ്രാമാണ്. ഏറ്റവും ഔട്ടറിൽ ആ ബ്ലൂ കളർ കാണിച്ചിരിക്കുന്നതാണ് IO ബ്ലോക്ക്, ഇൻപുട്ട്-ഔട്ട്പുട്ട് ബ്ലോക്ക്. then ആ യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്നത് ലോജിക് എലമെൻറ്റ് ഓർ കോൺഫിഗറബിൾ ലോജിക് ബ്ലോക്ക്, അങ്ങനെ ഡിഫറെൻറ്റ് നെയിംസിൽ അത് വിളിക്കാറുണ്ട്. കോമൺലി യൂസ്ഡ് CLB അതാണ് യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്നത്. എന്താ പ്രോഗ്രാമബിൾ ഇൻ്റർകണക്റ്റ് എന്ന് പറയുന്നത് ആ ഒരു ലൈൻസ് ആയിട്ട് ഹൊറിസോണ്ടലി ആൻഡ് വെർട്ടിക്കലി ക്രോസ് ചെയ്ത് പോകുന്നതായിട്ട് കാണിച്ചിരിക്കുന്നത്.
ഇനി ഓരോ ബ്ലോക്സ് ആയിട്ട് കാണാനായിട്ട് പോവുകയാണ്. ഫസ്റ്റ് നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഇസ് ദ ഇൻപുട്ട് ഔട്ട്പുട്ട് ബ്ലോക്ക്. അപ്പോൾ ഡയഗ്രത്തിൽ തന്നെ നമുക്കറിയാം ഡിഫറെൻറ്റ് ലോജിക് ബ്ലോക്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതിൻ്റെ ഏറ്റവും ഔട്ട് മോസ്റ്റ് ഓഫ് ദ ചിപ്പിലായിരിക്കും എന്തുണ്ടായിരിക്കുന്നത്, IO ബ്ലോക്സ് ഉണ്ടായിരിക്കുന്നത്. ബേസിക്കലി ദേ ആർ യൂസ് ഫോർ കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ എക്സ്റ്റേണൽ വേൾഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വേണ്ടിയിട്ടാണ് IO ബ്ലോക്സ് യൂസ് ചെയ്യുന്നത്. Then the second one is the programmable routing channels അല്ലെങ്കിൽ programmable interconnects. ആ interconnects നമ്മൾ ഡിഫറെൻറ്റ് interconnects ഉണ്ട്, ഏതൊക്കെയാണെന്നുള്ളതാണ് കാണുന്നത്. ബേസിക്കലി ഇത്രയേ ഉള്ളൂ. Interconnects എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ ബേസിക്കലി some metallic conductors and they are used for connection of the different modules. And കോമൺ ആയിട്ട് റൂട്ടിംഗ് ചാനൽസ് എന്ന് പറയുന്നത് 3 ഡിഫറെൻറ്റ് ടൈപ്സ് ആണുള്ളത്. CLB റൂട്ടിംഗ് ചാനൽ, IOB റൂട്ടിംഗ് ചാനൽ ആൻഡ് ഗ്ലോബൽ റൂട്ടിംഗ് ചാനൽ. അപ്പോൾ CLB റൂട്ടിംഗ് ചാനൽ എന്ന് പറയുന്നത് ബേസിക്കലി റൺസ് അലോങ് ഓരോ റോ ആസ് വെൽ ആസ് ഓരോ കോളം ഓഫ് CLBസിൻ്റെ അലോങ് റൺ ചെയ്യുന്ന ചാനൽസിനാണ് നമ്മൾ CLB റൂട്ടിംഗ് ചാനൽസ് എന്നുള്ള പേരിൽ വിളിക്കുന്നത്. ദെൻ IOB റൂട്ടിംഗ് ചാനലാണെന്നുണ്ടെങ്കിൽ CLB ആസ് വെൽ ആസ് IOB. CLB അറിയും IOB തമ്മിലുള്ള ഇൻ്റർ കണക്ഷൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇൻ്റർ കണക്ഷനെയാണ് IOB റൂട്ടിംഗ് ചാനൽസ് എന്നുള്ള പേരിൽ വിളിക്കുന്നത്. ദെൻ ദ ഗ്ലോബൽ റൂട്ടിംഗ് ചാനൽസ് പറയുമ്പോൾ ഗ്ലോബൽ സിഗ്നൽസ് ലൈക്ക് ക്ലോക്ക് സിഗ്നൽസിന് ഒക്കെ പാസ് ചെയ്യാനായിട്ടാണ് ഗ്ലോബൽ റൂട്ടിംഗ് ചാനൽസ് യൂസ് ചെയ്യുന്നത് വിത്ത് മിനിമൽ ഡിലേ. നെക്സ്റ്റ് നമ്മൾ കാണുന്നത് പ്രോഗ്രാമബിൾ റൂട്ടിംഗ് ചാനൽ. അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് പ്രോഗ്രാമബിൾ ആകുന്നത്, ഹൗ ക്യാൻ ദിസ് പ്രോഗ്രാമബിൾ ഇൻ്റർകണക്ട്സ് ബി പ്രോഗ്രാമബിൾ, എങ്ങനെയാണ് പോസിബിൾ ആവുന്നത്? ദാറ്റ് ഈസ് ബേസിക്കലി വിത്ത് ദ ഹെൽപ്പ് ഓഫ് 2 മേജർ ഇമ്പോർട്ടൻറ്റ് കമ്പോണൻറ്റ്സ് വിച്ച് ഈസ് ദ കണക്ഷൻ ബോക്സ് ആൻഡ് ദ സ്വിച്ച് ബോക്സ്. കണക്ഷൻ ബോക്സും സ്വിച്ച് ബോക്സും വെച്ചിട്ടാണ് ഈ എങ്ങനെ പ്രോഗ്രാമബിൾ ആകുന്നു എന്നുള്ളതിൻ്റെ ആൻസറാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നേരത്തെ കണ്ട ഇൻ്റർ കണക്ട്സിൻ്റെ ഡയഗ്രാം തന്നെ കുറച്ചും കൂടി ഒന്ന് എക്സ്പാൻഡഡ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് S എന്ന് പറയുന്നത് സ്വിച്ച് മെട്രിക്സും അതിനകത്ത് C എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ഡയഗ്രത്തിൽ മാർക്ക് ചെയ്യുന്നത് C എന്ന് കാണിച്ചിരിക്കുന്ന കണക്ഷൻ ബോക്സുമാണ്. സ്വിച്ച് ബോക്സ് ആൻഡ് ദ കണക്ഷൻ ബോക്സ്. അപ്പോൾ അതിനകത്ത് C ഓർ ദ കണക്ഷൻ ബോക്സ് എന്ന് പറയുന്നത് കണക്ട്സ് ദ ചാനൽ വയേഴ്സ് ടു ദ ഇൻപുട്ട് ഔട്ട്പുട്ട് പിൻസ് ഓഫ് ദ CLB-യുമായിട്ട് CLB-യുടെ ഇൻപുട്ടോ അല്ലെങ്കിൽ ഔട്ട്പുട്ടോ വിത്ത് ചാനൽ വയറിൻ്റെ കണക്ഷൻ വേണ്ടിയിട്ടാണ് കണക്ഷൻ ബോക്സ് ഉള്ളത്. ദെൻ ദ സ്വിച്ച് ബോക്സ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ ലൈൻസ് അല്ലെന്നുണ്ടെങ്കിൽ ഹൊറിസോണ്ടൽ ലൈൻസുമായിട്ടുള്ള കണക്ഷൻ, വെർട്ടിക്കൽ ലൈനിൽ നിന്ന് ഏത് ഹൊറിസോണ്ടൽ ലൈനിലേക്ക് പോകണം എന്നുള്ള കണക്ഷൻ ഡിസൈഡ് ചെയ്യാനായിട്ടാണ് ബേസിക്കലി സ്വിച്ച് ബോക്സ് ഉള്ളത്. അങ്ങനെ ഇത് രണ്ടും വെച്ചിട്ടാണ് ബേസിക്കലി പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ഏതൊക്കെ ഫംഗ്ഷന് ഏതൊക്കെ ചാനൽസ് യൂസ് ചെയ്യണം എന്നുള്ളതാണ് ബേസിക്കലി ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബേസിക്കലി ഇതെല്ലാം ഇതിൻ്റെ ഈ കണക്ഷൻ ആസ് വെൽ സ്വിച്ച് ബോക്സ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു 6 ട്രാൻസിസ്റ്റേഴ്സ് വെച്ചുകൊണ്ടാണ് ഇതിൻ്റെ കണക്ഷൻ നമുക്ക് പോസിബിൾ ആകുന്നത്. ഇനി നമ്മൾ ഓൾറെഡി CLB റൂട്ടിംഗ് ചാനൽസ് പറഞ്ഞു. റൂട്ടിംഗ് ചാനൽസ് 3 ടൈപ്സ് ഉണ്ടെന്ന് പറഞ്ഞു. CLB റൂട്ടിംഗ് ചാനൽ, IOB ആൻഡ് ദ ഗ്ലോബൽ റൂട്ടിംഗ് ചാനൽ. ഇനി CLB റൂട്ടിംഗ് ചാനൽ is again classified into 3 different types: single length lines, double length lines and long lines. അതിനകത്ത് സിംഗിൾ ലെങ്ത് ലൈൻസ് എന്ന് പറയുന്നത് ആർ ബേസിക്കലി ഷോർട്ടായിട്ടുള്ള അല്ലെങ്കിൽ CLB to CLB, ഒരു സിംഗിൾ CLB to അനദർ CLB ആയിട്ടുള്ള കണക്ഷൻ, ഷോർട്ട് കണക്ഷൻസിന് വേണ്ടി യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സിംഗിൾ ലെങ്ത് ലൈൻസ് എന്നുള്ള പേരിൽ വിളിക്കുന്നത്. ദെൻ ഡബിൾ ലെങ്ത് ലൈൻസ് എന്ന് പറയുമ്പോൾ മാക്സിമം ഒരു 2 CLBs വരെ ഒക്കെ കണക്ഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സ്വിച്ച് മെട്രിക്സ് റിക്വയർഡ് വിത്ത് ദ സിംഗിൾ ലെങ്ത് ലൈൻസ്. സിംഗിൾ ലെങ്ത് ലൈൻസിൻ്റെ കേസിൽ ഡിലേ ഈസ് ഹയർ. ദെൻ ലോങ് ലൈൻസ് എന്ന് പറയുന്നത് ഒരു ലോങ്ങർ ഡിസ്റ്റൻസസ് ട്രാവൽ, ഡിഫറെൻറ്റ് CLBs വഴി പാസ് ചെയ്ത് ലോങ്ങർ ഡിസ്റ്റൻസിൻ്റെ ട്രാവൽ ചെയ്യേണ്ട കേസ് വരുന്ന സമയത്ത് അതേപോലെ തന്നെ ദേ ഡസ് നോട്ട് എൻ്റർ ഇൻ ടു ദ സ്വിച്ച് മെട്രിക്സ്. ഒരു ആ ഒരു CLB അറേയിൽ കൂടെ പാസ് ചെയ്യുന്ന ലോങ്ങർ ലൈൻസാണ് ലോങ് ലൈൻസിൻ്റെ അകത്ത് വരുന്നത്. ദെൻ ഇപ്പോൾ ഒരു ഇൻ്റർ കണക്ഷൻ എങ്ങനെയാണ് പ്രോഗ്രാമബിൾ ആകുന്നത് എന്നുള്ളതിൻ്റെ ജസ്റ്റ് ഒരു എക്സാമ്പിളാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു സ്വിച്ച് മെട്രിക്സ് ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് സിംഗിൾ ലൈൻസ് ഉണ്ട്, ഡബിൾ ലൈൻസ് ഉണ്ട്, തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. അപ്പോൾ അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് സിംഗിൾ ലൈൻസും ഡബിൾ ലൈൻസും ക്രോസ് ചെയ്ത് വെർട്ടിക്കലി ഹൊറിസോണ്ടലി
ഇൻ്റർകണക്ട്സ് പാസ് ചെയ്ത് പോകുന്നതായിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ബ്ലാക്ക് ലെഫ്റ്റ് സൈഡിലത്തെ ഫിഗർ നോക്കുകയാണെങ്കിൽ ഒരു ബ്ലാക്ക് സർക്കുലർ ഷേപ്പിൽ കാണുന്നുണ്ട്. അതെന്ന് പറയുന്നത് നമ്മൾ പ്രോഗ്രാമബിൾ ഇൻ്റർകണക്ട് പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ആ ഒരു ചെറിയ സർക്കിളിൻ്റെ എക്സ്പാൻഡഡ് വ്യൂ ആണ് റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് നോക്കുക, നമുക്ക് എങ്ങനെയൊക്കെയാണ് കണക്ഷൻ ഇതിനകത്ത് പോകുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇനീഷ്യലി ഞാൻ 1, 2, 3 and 4 എന്ന് പറയുന്നതാണ് ഒരു 1 and 3 എന്ന് പറയുന്ന ഒരു വെർട്ടിക്കൽ ലൈനും 2 and 4 എന്ന് പറയുന്ന ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഇൻ്റർകണക്ട് ലൈനുമാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഇനീഷ്യലി സപ്പോസ് 4 and 2 എന്ന് പറയുന്ന ഇതിങ്ങനെ ക്രോസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതൊക്കെ ലൈൻസിന് തമ്മിൽ ഇൻ്റർകണക്ഷൻ എടുക്കണം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനീഷ്യലി 4ഉം 2ഉം തമ്മിൽ കണക്ട് ചെയ്യണമെങ്കിൽ അസ്യൂമിങ് ദാറ്റ് മിഡ് പോയിൻ്റ് എന്ന് പറയുന്നത് 0 ആണെന്ന് വിചാരിക്കുക. 4ഉം 2ഉം കൂടെ തമ്മിൽ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യാം? 4, 0, 2 ആ ഡോട്ടഡ് ലൈൻ ഡിഫറെൻറ്റ് പൊസിഷൻസിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഡോട്ടഡ് ലൈൻ വിച്ച് മീൻസ് 4, 0, 2 എന്ന് പറയുന്നതായിരിക്കും ആക്ടിവേറ്റ് ചെയ്യുന്നത് ടു കണക്ട് 4 and 2. ഇനിയിപ്പോൾ അസ്യൂമിങ് നെക്സ്റ്റ് അസംഷൻ എടുക്കുവാണ്. അസ്യൂമിങ് ഞാൻ 1ഉം 2ഉം കൂടെയാണ് കണക്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് എങ്ങനെയായിരിക്കും കണക്ഷൻ വരുന്നത്? ത്രൂ ദ ലൈൻ, ഡോട്ടഡ് ലൈൻ എ എന്ന് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്ന ആ ലൈനിൽ കൂടെ 1, A, 2 അങ്ങനെയായിരിക്കും ലൈൻസ് 1 and 2 വിൽ ബി കണക്റ്റഡ്. ഇപ്പോൾ അസ്യൂമിങ് ഒരു 3 ലൈൻസ് കണക്ട് ചെയ്യുന്നൊരു കേസ് വിചാരിക്കുക. അസ്യൂമിങ് എനിക്ക് 1, 2 and 3 എന്ന് പറയുന്ന 3 ലൈൻസിനെ 3 എണ്ണത്തിനെ കൂടെ കണക്ട് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ എങ്ങനെയായിരിക്കും വരുന്നത്? 1, 0, 3 ആസ് വെൽ ആസ് 0, 2. ഇപ്പോൾ 3ഉം കൂടെ വരുന്നൊരു ജംഗ്ഷൻ ഫോം ചെയ്തല്ലോ അല്ലേ? അപ്പോൾ അങ്ങനെ നമ്മളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് അത് ഇതുപോലെ ഈ നോട്ട്സാണ് ഇതിൻ്റെ അകത്തുള്ള എല്ലാ ആ ബ്ലാക്ക് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നതല്ല. അപ്പം നമുക്ക് പ്രോഗ്രാം ചെയ്തെടുക്കാം എങ്ങനെയാണ് കണക്ഷൻ പോകേണ്ടത് എന്നുള്ളതിൻ്റെ ഡിഫറെൻറ്റ് പാത്ത്സ് ആണ് കാണിച്ചിരിക്കുന്നത്. എങ്ങനെയൊക്കെ ഡിഫറെൻറ്റ് പാത്ത്സ്, ഈ 4 ലൈൻസ് കണക്ട് ചെയ്യാനായിട്ട് ഡിഫറെൻറ്റ് പാത്ത്സ്. അപ്പോൾ ഇതുവഴി നമുക്ക് എനി ടൈപ്പ് ഓഫ് കണക്ഷൻ ക്യാൻ ബി പോസിബിൾ. Now next moving on to the most important part, which is the configurable logic block or programmable logic block or logical element. അങ്ങനെ അതുകൊണ്ടാണ് നമ്മൾ CLB, PLB or LE ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ വിളിക്കാം. മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഈസ് CLB. ഓക്കെ, അപ്പം CLB കേസിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്കും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനായിട്ടുള്ളത്, ഇതിൻ്റെ ഇപ്പം ഞാൻ ഡയഗ്രം കാണിച്ചിരിക്കുന്നത് is the most simplest view of a CLB. CLBയുടെ ഏറ്റവും മോസ്റ്റ് സിംപ്ലസ്റ്റ് വ്യൂ ആണിപ്പം ഈ ഫിഗറിൻ്റെ അകത്ത് കാണിച്ചിരിക്കുന്നത്. അതിപ്പോൾ നിങ്ങൾ ഓരോ ഓരോ ലോജിക് ഫാമിലീസ് അല്ലെങ്കിൽ ഓരോ മാനുഫാക്ചേഴ്സ് എടുക്കുമ്പോൾ, ഇപ്പോൾ ലൈക്ക് സൈലിങ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ആക്ടിൽ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഡിഫറെൻറ്റ് ഫാമിലീസ് ഉണ്ട് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഓരോ ജനറേഷൻ പോലെ തന്നെ ഡിഫറെൻറ്റ് ഫാമിലീസ് ഓഫ് FPGAs അവൈലബിൾ ആണ്. അപ്പോൾ അതിനകത്ത് ഒരെണ്ണത്തിൻ്റെ CLBയും മറ്റേതിൻ്റെ CLBയും തമ്മിൽ ഡിഫറെൻ്റ് ആയിരിക്കും. ഇതിപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ബ്ലോക്ക് ഡയഗ്രമാണ് കാണിച്ചിരിക്കുന്നത് ഓഫ് എ CLB. ഓക്കെ, അപ്പോൾ അതിനകത്ത് നോക്കുക. അപ്പം therefore ഈ CLBയുടെ കോംപ്ലക്സിറ്റി വിൽ വേരി ഫ്രം വൺ ഫാമിലി ടു അനദർ ആസ് വെൽ ആസ് ഫ്രം വൺ വെൻഡർ ടു അനദർ. ഇറ്റ് വിൽ ബി ഗെറ്റിംഗ് ഓർ ഇറ്റ് വിൽ ബി ഡിഫറെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇനീഷ്യലി ഇതിനകത്ത് കുറച്ച് കമ്പോണൻസ് ഉണ്ട്. അപ്പോൾ ഇനീഷ്യലി ലുക്കപ്പ് ടേബിൾ LUT എന്ന് പറയുന്നത് ലുക്കപ്പ് ടേബിളാണ്. ഇറ്റ് ഷുഡ് നോട്ട് ബി ഓൾവേസ് എ 3 ഇൻപുട്ട് ആവണമെന്ന് ഒരു നിർബന്ധമില്ല. ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ബ്ലോക്ക് ഡയഗ്രത്തിൽ 3 ഇൻപുട്ട് ആണെന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, a lookup table is basically used to create a boolean expression according to the requirement, and also it is programmed with the output of a truth table. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഈ CLBക്കകത്താണ് നമ്മൾ പ്രോഗ്രാമറിൻ്റെ റിക്വയർ ആയിട്ടുള്ള ബൂലിയൻ ഫംഗ്ഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ബൂലിയൻ ഫംഗ്ഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഔട്ട്പുട്ട് എന്താണ് എന്നുള്ളത് നമ്മൾ പ്രോഗ്രാം ചെയ്ത് വെക്കുന്നത് ഈസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ലുക്കപ്പ് ടേബിൾ. Then flip-flops കാണാം. They are basically to provide registered input or output, and also they act as clocked storage elements. പിന്നെ mux കൊടുത്തിട്ടുണ്ട്. They are used to select either one of the 3 inputs ആണ്, 3 or n inputs, or to select the output of the lookup table. അതിന് വേണ്ടിയിട്ടാണ് mux പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ബഫറൊന്നും കാണിച്ചിട്ടില്ല. ചില കേസിൽ നിങ്ങൾക്ക് ബഫറും ഒക്കെ അവൈലബിൾ ആയിരിക്കും. അത് ഓരോന്നിൻ്റെ അകത്ത് ഡിഫറെൻ്റ് ആയിരിക്കും. ദെൻ ക്ലോക്ക്സ് കാണിച്ചിട്ടുണ്ട്. ക്ലോക്ക്സ് ആർ ബേസിക്കലി ഗിവൺ ടു മേക്ക് ദ സർക്യൂട്ട് സീക്വൻഷ്യലി ഇഫ് റിക്വയർ. either പോസിറ്റീവ് ഓർ നെഗറ്റീവ് ക്ലോക്ക്സ് ക്യാൻ ബി ഗിവൺ അക്കോർഡിംഗ് ടു അവർ റിക്വയർമെൻറ്റ്. അപ്പോൾ ഇതാണൊരു ബേസിക് ബ്ലോക്ക് ഡയഗ്രാം ഓഫ് എ
CLB or configurable logic block. ഓക്കെ, അപ്പോൾ ആ ലുക്കപ്പ് ടേബിളിൽ ജസ്റ്റ് ഒരു എക്സാമ്പിൾ എങ്ങനെയാണെന്നുള്ളതും കാണിച്ചിരിക്കുന്നതാണ്. ഇപ്പം അസ്യൂമിങ് നമ്മളൊരു 3 ഇൻപുട്ട് ഫംഗ്ഷനാണെന്ന് വിചാരിക്കുക. ആൻഡ് ദ ഫംഗ്ഷൻ റിക്വയർഡ് ഈസ് ഏറ്റവും ലെഫ്റ്റ് മോസ്റ്റ് ഡയഗ്രാം നോക്കുക. y is equal to a and b or c bar. അസ്യൂമിങ് അതാണ് എനിക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട ബൂലിയൻ ഫംഗ്ഷൻ എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എ ബി സി എന്ന് പറയുന്ന നമ്മളുടെ ഇൻപുട്സിൽ പോസിബിൾ ആയിട്ടുള്ള എല്ലാ കോമ്പിനേഷൻസ് നമ്മൾ ട്രൂത്ത് ടേബിൾ തന്നെ അതിൻ്റെ ഔട്ട്പുട്ട് ഫോം ചെയ്യുന്നു. then they are programmed to the lookup table എന്ന് പറയുമ്പോഴത്തേക്കും ആ കോമ്പിനേഷൻ ഓഫ് ഇൻപുട്ടിന് എന്ത് ഔട്ട്പുട്ടാണ് വരേണ്ടത് എന്നുള്ളത് നമ്മൾ ലുക്കപ്പ് ടേബിളിൽ പ്രോഗ്രാം ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അസ്യൂമിങ് ദേ ആർ ഗിവൺ, ഇപ്പോൾ അസംഷൻ മാത്രമാണ് എപ്പോഴും മക്സ് ആയിരിക്കണം എന്നുള്ള ഒറിജിനൽ സർക്യൂട്ടറിയിൽ. അസ്യൂമിങ് ദേ ആർ ഗിവൺ ഓർ ദ ഔട്ട്പുട്ട്സ് ടു എ സ്പെസിഫിക് കോമ്പിനേഷൻ ഓഫ് ഇൻപുട്ട് ഈസ് ഗിവൺ ആസ് ദ ഇൻപുട്ട് ടു എ മക്സ് ആൻഡ് എ ബി സി എന്ന് പറയുന്നത് അത് സെലക്ട് ലൈൻ ഓഫ് ദ മക്സ് ആണെന്നുണ്ടെങ്കിൽ അക്കോർഡിംഗ് ടു ദ കോമ്പിനേഷൻ ഓഫ് സെലക്ട് ലൈൻ ദ കറസ്പോണ്ടിങ് ഔട്ട്പുട്ടാണ് ഒറിജിനലി അല്ലേ, ആ സെലക്ട് ലൈൻ ചൂസ് ചെയ്യുന്നതനുസരിച്ച് ദ ഔട്ട്പുട്ട് ക്യാൻ ബി അറ്റൈൻഡ്. ജസ്റ്റ് എക്സാമ്പിളായിട്ട് കാണിച്ചതേ ഉള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ അതിൻ്റെ അകത്ത് എല്ലാ കമ്പോണൻറ്റ്സ് ബേസിക് 3 ബ്ലോക്സ് ഏതൊക്കെയാണെന്നുള്ളത് കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇൻ്റർകണക്ട്സ് ഓർ ദ പ്രോഗ്രാമിംഗ് സ്വിച്ചസിൻ്റെ കേസ് പറഞ്ഞു. അതിന് നമുക്ക് പ്രോഗ്രാം ചെയ്യാമെന്ന് പറഞ്ഞു അല്ലേ, ഇൻ്റർകണക്ട്സ് പ്രോഗ്രാമിംഗ്. ആ ഇൻ്റർകണക്ട്സിനെ നമുക്ക് ബേസിക്കലി ദർ ആർ 3 ഡിഫറെൻറ്റ് പ്രോഗ്രാമിംഗ് ടെക്നിക്സ് അവൈലബിൾ ഫോർ പ്രോഗ്രാമിംഗ് ദ ഇൻ്റർകണക്ട്സ്. SRAM based programming technology, floating gate programming technology as well as anti-fuse based programming technology. അങ്ങനെ there are 3 different kinds of programming techniques that are available to program the programmable interconnects. Interconnectsന് പ്രോഗ്രാമിംഗ് എങ്ങനെ ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. So therefore first one is the SRAM based programming technique. SRAM based നമ്മൾ ഓൾറെഡി SRAM കണ്ടു കഴിഞ്ഞു അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു SRAM സെല്ലിൻ്റെ ഹെൽപ്പോടുകൂടി എങ്ങനെയാണ് ഇൻ്റർകണക്റ്റിന് പ്രോഗ്രാം ചെയ്യുക പറയുമ്പോൾ ഏതൊക്കെ ഇൻ്റർകണക്റ്റ് ആണ് ആക്ടിവേറ്റ് ആവുന്നത് അല്ലെങ്കിൽ ഡീആക്ടിവേറ്റ് ചെയ്യുന്നതെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ഇതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇഫ് ദ ഇൻപുട്ട് ഈസ് ഹൈ എന്ന് പറയുമ്പോൾ SRAM ബിറ്റ് എന്ന് പറയുന്നത് 1 ആണെന്നുണ്ടെങ്കിൽ ദ ട്രാൻസിസ്റ്റർ വിൽ ബി ടേൺഡ് ഓൺ. എൽസ് turned on എന്ന് പറയുമ്പോഴത്തേക്കും there will be a connection established. If the SRAM bit is given as 0 then the transistor will be turned off, which means there will be no connection. അതാണ് ഈ ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കുക, ഡിഫറെൻറ്റ് ലോജിക് ബ്ലോക്സ് ഉണ്ട്. ഇപ്പം ഏറ്റവും ടോപ്പിൽ കാണിച്ചിരിക്കുന്ന SRAM എന്ന് പറഞ്ഞ മാർക്കിരിക്കുന്ന ആ പോർഷൻ നോക്കിക്കേ, ഒരു ഹൊറിസോണ്ടൽ ലൈനും ഒരു വെർട്ടിക്കൽ ലൈനും തമ്മിൽ ക്രോസ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ അസ്യൂമിങ് ഏറ്റവും മുകളിൽ കാണിച്ചിരിക്കുന്ന ഏറ്റവും ലെഫ്റ്റ് ടോപ്പിൽ കാണിച്ചിരിക്കുന്ന ലോജിക് ബ്ലോക്കും ഏറ്റവും റൈറ്റ് ബോട്ടത്തിൽ കാണിച്ചിരിക്കുന്ന ലോജിക് ബ്ലോക്കും തമ്മിലാണ് എനിക്ക് കണക്ഷൻ ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പം അങ്ങനെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും വരുന്നത്, ആ മുകളിലൊരു SRAM താഴെ ഒരു SRAM, അങ്ങനെ 2 SRAMs കാണിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം 2 SRAMസിലും ആക്ടിവേറ്റ് ആകണമെങ്കിൽ ഞാൻ പറഞ്ഞു SRAMൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യേണ്ട ബിറ്റ് ഷുഡ് ബി ഈക്വൽ ടു 1 അല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കാരണം നമ്മളോട് ഒരു NMOS ആണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്, വിച്ച് ഈസ് എ പാസ് ട്രാൻസിസ്റ്റർ. The transistor will be turned on. SRAM bit 1 ആണെന്നുണ്ടെങ്കിൽ that will be supplied to the gate which will turn on the device. Therefore it conducts. There will be connection. ഇപ്പോൾ അവിടെ SRAMൻ്റെ ബിറ്റ് 0 ആയിരുന്നെങ്കിലോ അവിടെ കണക്ഷൻ ഉണ്ടാകത്തില്ലായിരുന്നു ബിറ്റ്വീൻ ദ വെർട്ടിക്കൽ ആൻഡ് ദ ഹൊറിസോണ്ടൽ ലൈൻ. അപ്പോൾ therefore എനിക്ക് ഇതിൻ്റെ ലോജിക് ബ്ലോക്ക് 1ൻ്റെ ഔട്ട്പുട്ട് ഈസ് ഗിവൺ ആസ് ഇൻപുട്ട് ടു ദ 4th ലോജിക് ബ്ലോക്ക് ആണെന്നുണ്ടെങ്കിൽ ഈ 2 SRAM ബിറ്റ് ഷുഡ് ബി ടേൺഡ് ഓൺ. അങ്ങനെ ആണ് ബേസിക്കലി എവിടെയൊക്കെ ഇപ്പോൾ കണക്ഷൻ വേണ്ടാത്തടത്തല്ല SRAMൻ്റെ എല്ലാ വാല്യൂസ് എന്തായിരിക്കും കൊടുക്കുന്നത്, SRAM ബിറ്റ് വിൽ ബി ഈക്വൽ ടു 0. ഏതൊക്കെ ലൈൻസിനെയാണോ ഏതൊക്കെ ലൈൻസാണ് ആക്ടിവേറ്റ് ചെയ്യേണ്ടത് അവിടെയൊക്കെയുള്ള SRAMൻ്റെ ബിറ്റ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആക്കി കൊടുക്കുന്നു. അതാണ് ഇവിടെ ചെയ്യുന്നത്. പിന്നെ ഇതെന്ന് പറയുമ്പോൾ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന SRAM വെച്ചിട്ടുള്ള വൺ ഓഫ് ദ കേസ് പറഞ്ഞു വിത്ത് എ പാസ് ട്രാൻസിസ്റ്റർ ഓർ എ പാസ് ഗേറ്റ്. വേറൊന്നും കൂടെ പോസിബിളാണ് വിത്ത് മക്സ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ SRAM ബിറ്റ് എന്ന് പറയുന്നത് മക്സിൻ്റെ സെലക്ട് ലൈനായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. SRAM ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെയായിരിക്കും നമ്മൾ ഇതിനകത്ത് ഈ ഒരു നമ്പർ ഓഫ് ഇൻപുട്ട് ഓർ ദ ഇൻ്റർകണക്ട് ലൈൻസ് ഉണ്ട്. അതിനകത്ത് സെലക്ട് ലൈനിൻ്റെ വാല്യൂ അനുസരിച്ച് സെലക്ട് ലൈനിൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ SRAM ബിറ്റിൻ്റെ വാല്യൂ അനുസരിച്ച് ഇതിനകത്ത് വൺ ഓഫ് ദ ഇൻ്റർകണക്ട്സ് വിൽ ബി
സെലക്ട്. അപ്പോൾ അങ്ങനെ SRAM വെച്ച് രണ്ട് തരത്തിൽ ചെയ്യാം. എയ്തർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് പാസ് ട്രാൻസിസ്റ്റർ ഓർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ മക്സ്. മക്സിൻ്റെയാണ് താഴത്തെ ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ദെർഫോർ ദ അഡ്വാൻറ്റേജ് ഓഫ് SRAM പ്രോഗ്രാമിംഗ് ടെക്നോളജി എന്ന് പറയുന്നത് ഈസ് ഫാസ്റ്റർ റീപ്രോഗ്രാമബിലിറ്റി. ഇറ്റ് ക്യാൻ ബി റീപ്രോഗ്രാം ഈസിലി. കാരണം ആദ്യം ഞാനൊരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തു, പിന്നെ എനിക്ക് വേറൊരു കണക്ഷനാണ് കൊടുക്കേണ്ടത്. എനിക്ക് സഡനായിട്ട് SRAM ബിറ്റ്സിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇറ്റ് ക്യാൻ ബി reprogrammed easily, as well as this is used as one of the standard IC process technology. And SRAM bits value can be given. Then the disadvantage എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. SRAM is a volatile memory. Therefore power off ആയി കഴിയുമ്പോഴത്തേക്ക് automatically the value will be getting lost. Then also it will require a larger area when compared with the other technologies. നെക്സ്റ്റ് ടെക്നോളജി എന്ന് പറയുന്നത് ഈസ് ദ ഫ്ലോട്ടിംഗ് ഗേറ്റ് ടെക്നോളജി, ഫ്ലോട്ടിംഗ് ഗേറ്റ് പ്രോഗ്രാമിംഗ് ടെക്നോളജി. അപ്പോൾ ഇതിനകത്ത് നോക്കുക, ഡയഗ്രാം നോക്കിക്കേ. അതിനകത്ത് ഇപ്പോൾ സപ്പോസ് വേർഡ് ലൈൻ ബിറ്റ് ലൈൻ തമ്മിലൊരു കണക്ഷൻ വേണ്ടിയിട്ട് നമുക്കൊരു ഡിവൈസ് ഉണ്ടെന്ന് വിചാരിക്കുക. സാധാരണ നമ്മൾ എല്ലാം സിംഗിൾ ഗേറ്റ് ഡിവൈസാണ് പറയുന്നത്. ഇവിടെ അസ്യൂമിങ് കൺട്രോൾ ഗേറ്റ് ഗേറ്റ് 1ഉം ഗേറ്റ് 2 ആയിട്ട് കാണിച്ചിട്ടുണ്ട്. Gate 1 എന്ന് പറയുന്നത് will act as the control gate and gate 2 will be acting as the floating gate. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സാധാരണ ഗതിയിൽ നമുക്ക് ഫ്ലോട്ടിംഗ് ഗേറ്റ് ഇല്ല അല്ലേ. എ ഫ്ലോട്ടിംഗ് ഗേറ്റ് will appear if the voltage applied between the control gate and if a voltage is applied between the control gate and the drain. കൺട്രോൾ ഗേറ്റിനും ഡ്രെയിനിനും, കൺട്രോൾ ഗേറ്റ് എന്ന് പറയുന്നത് ഏതാണ്? കൺട്രോൾ ഗേറ്റ് എന്ന് പറയുന്നത് ഗേറ്റ് 1. ഗേറ്റ് 1നും ഡ്രെയിനും അക്രോസ് ഞാൻ അസ്യൂമിങ് ഒരു വോൾട്ടേജ് ഈസ് ബീങ് അപ്ലൈ, വിച്ച് മീൻസ് ദ ത്രെഷോൾഡ് വോൾട്ടേജ് വിൽ ഇൻക്രീസ് or the charge induction, a charge will be induced on the floating gate which will increase the threshold voltage of the transistor, which means it is getting disabled or deactivated. എനിക്ക് അവിടെ ഒരു കണക്ഷൻ വേണ്ട എങ്കിൽ a high voltage will be applied between the control gate and the drain. And if the charge is removed either by exposing the floating gate to a UV or it can be electrically erased. അതുകൊണ്ടാണ് ടെക്നോളജി യൂസ്ഡ് ഇൻ EEPROM or EEPROM devices is used എന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. EEPROM ആണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് ഒന്ന്, EEPROM ആണെന്നുണ്ടെങ്കിൽ UVയും, ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോം ആണെന്നുണ്ടെങ്കിൽ സം വോൾട്ടേജ് ഉപയോഗിച്ചുകൊണ്ടാണ് റീപ്രോഗ്രാം അതിന് ഉള്ളതിന് ഇറേസ് ചെയ്ത് റീപ്രോഗ്രാം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ആ സിമിലർ ആയിട്ടുള്ള എക്സ്പോഷറാണ് നമ്മളോട് കൊടുക്കുന്നത്. ചാർജ് on the floating gate can be easily removed by exposing them to a UV or can be electrically erased. അപ്പോൾ therefore ചാർജ് റിമൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? ട്രാൻസിസ്റ്റർ വിൽ ബി എനേബിൾഡ്, വിച്ച് മീൻസ് ദ കണക്ഷൻ വിൽ ബി എസ്റ്റാബ്ലിഷ്ഡ്. അങ്ങനെയാണ് ബേസിക്കലി ഇവിടെ അതിൻ്റെ വർക്കിംഗ് നടക്കുന്നത്. അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോഴത്തേക്ക് നേരത്തെ കേസിൽ നമുക്ക് SRAM വേണമായിരുന്നു അല്ലേ. ഇവിടെ നമുക്ക് എക്സ്റ്റേണൽ ആയിട്ടുള്ള മെമ്മറീസ് ഒന്നും വേണ്ടിയ ആവശ്യമില്ല. Then disadvantage is the processing steps are larger when compared with other technologies, and also there can appear some static power loss. Then the third kind of programming technology is the antifuse based programming technology. This structure or the antifuse technology is, or the structure is also commonly called as splice or programmable low impedance circuit. ഇപ്പോൾ ഇതെന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നോർമലായിട്ടിരിക്കുന്ന കണ്ടീഷനിൽ the circuit will be offering a very high resistance, which means അത് ഓപ്പൺ സർക്യൂട്ട് ആയി. if there is പ്രോഗ്രാം ഒന്നും ചെയ്യുന്നില്ല എങ്കിൽ it will act as open circuit or it is having a high resistance. On programming എന്ന് പറയുമ്പോൾ almost 11 to 20 volts അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും the resistance will be getting reduced, which means a connection will be established or it will act as a closed switch. അങ്ങനെയാണ് ബേസിക്കലി ഇത് വർക്ക് ചെയ്യുന്നത്. ആൻഡ് it can be used only one time. കാരണം നമ്മൾ പ്രോഗ്രാം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സം കണക്ഷൻ വിൽ ബി എസ്റ്റാബ്ലിഷ് ആൻഡ് ഇറ്റ് cannot be removed. ആൻഡ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹാവിങ് ലോ കോസ്റ്റ്. പിന്നെ വേറെ കാര്യമുള്ള ഇറ്റ് ഈസ് ഓൾസോ ഹാവിങ് എ ഹൈ
device density than SRAM, as well as it is having lower size as well as lower series resistance. അതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് ആൻറ്റിഫ്യൂസിൻ്റെ. പിന്നെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് ഒന്നുകൂടെ പറയാവുന്നത് ലാർജർ പ്രോഗ്രാമിംഗ് ട്രാൻസിസ്റ്റേഴ്സ് ഒക്കെയാണ് വരുന്നതെങ്കിൽ the transistor should be isolated. That is another disadvantage of this technology. ഇപ്പം ഏറ്റവും ടോപ്പ് റൈറ്റ് കാണിച്ചിരിക്കുന്നത് നോർമലി ആക്സസ് ഓപ്പൺ വെൻ വോൾട്ടേജ് കംസ് ഇൻ ഇറ്റ് ആക്സസ് ക്ലോസ് എന്ന് പറയുന്നത് ഇനീഷ്യലി ഒരു ഫ്യൂസ് ആയിട്ട് കാണിച്ചിരിക്കുന്നത് ഇനീഷ്യലി ബിഫോർ പ്രോഗ്രാമിംഗ് അത് ഇല്ല, ഓർ അത് ഓപ്പൺ, ആ നടുക്കുള്ള കണക്ഷൻ, ആ റെഡ് ഡോട്ട്സിൻ്റെ നടുക്കുള്ള കണക്ഷൻ ഉണ്ടാവില്ല, വിച്ച് മീൻസ് അത് ഓപ്പൺ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് due to its high resistance. And after programming, by the application of voltage, in the resistance decreases, or which means there a connection is being established. അങ്ങനെയാണ് ജസ്റ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ താഴെ കാണിച്ചിരിക്കുന്ന രണ്ട് ഡയഗ്രാംസ് എന്ന് പറയുന്നത് അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്ന ഈസ് ബേസിക്കലി ദ സിമ്പിൾ ഓഫ് ആൻറ്റിഫ്യൂസ് ആൻഡ് റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്ന ഈസ് ദ ഒറിജിനൽ സ്ട്രക്ചർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഏറ്റവും ടോപ്പിൽ നമുക്കൊരു പോളിസിലിക്കൺ ലെയറുണ്ട്, ഏറ്റവും താഴെ N+ ഡിഫ്യൂഷൻ ലെയറുണ്ട്. അപ്പോൾ ദിസ് പോളിസിലിക്കൺ ആൻഡ് N+ ഡിഫ്യൂഷൻ നമുക്ക് ഓൾറെഡി അറിയാം, ദ ആക്ട് ആസ് കണ്ടക്ടേഴ്സ്. അപ്പോൾ ഈ രണ്ട് കണ്ടക്ടേഴ്സിൻ്റെ നടുക്ക് ഒരു സാൻഡ്വിച്ച്ഡ് ലെയറായിട്ട് ആക്ട് ചെയ്യുന്ന ഏതാണ്? ഒരു ഇൻസുലേറ്റർ ഓർ ഇൻസുലേറ്റർ ലെയറായിട്ട് ആക്ട് ചെയ്യുന്നത് ഈസ് ഓക്സൈഡ് എന്ന് പറയുന്നത് സിലിക്കൺ ഡൈ ഓക്സൈഡ്, ഡൈലക്ട്രിക് എന്ന് പറയുന്നത് സിലിക്കൺ നൈട്രൈഡ്, ദെൻ അഗെയിൻ ഓക്സൈഡ്. N+ ഡിഫ്യൂഷൻ്റെ റൈറ്റിലും ലെഫ്റ്റിലും കാണിച്ചിരിക്കുന്ന രണ്ടും ഓക്സൈഡ് ലെയേഴ്സാണ്. ഇപ്പോഴത്തെ റൈറ്റ് സൈഡിൽ ഓക്സൈഡ് ലെയർ മാർക്ക് ചെയ്തിട്ടില്ല, ഒരു ഷേപ്പ് നോക്കിയാൽ മതി. N+ ഡിഫ്യൂഷൻ്റെ റൈറ്റിൽ ഓക്സൈഡ് മാർക്ക് ചെയ്തിട്ടുണ്ട്, ലെഫ്റ്റിൽ അതിന് സിമിലറായിട്ട് വരുന്നതും ഓക്സൈഡ് തന്നെയാണ്. ഓക്കെ, therefore ആ ഒരു പോർഷന് ONO, O എന്ന് പറയുന്നത് സിലിക്കൺ ഡൈ ഓക്സൈഡിൻ്റെ ഓയിൽ നിന്നും, N comes from the silicon nitride N, nitride N, then O again from silicon dioxide. റൈറ്റ് ആൻഡ് ലെഫ്റ്റ് രണ്ടിലും സിലിക്കൺ ഡയോക്സൈഡ് ലെയർ ആണ്. ആൻഡ് ഒരു വൈറ്റ് പോർഷൻ കാണിച്ചിരിക്കുന്നതാണ് ഡൈഇലക്ട്രിക് ലെയർ വിച്ച് ഈസ് സിലിക്കൺ നൈട്രൈഡ്. ബേസിക്കലി രണ്ട് കണ്ടക്ടർ ലെയറിൻ്റെ നടുക്ക് എന്തുണ്ട്? ഒരു ഇൻസുലേറ്റർ ലെയറുണ്ട്. അപ്പോൾ ദെയർഫോർ പൊട്ടൻഷ്യൽ ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല എങ്കിൽ എന്തായിരിക്കും? നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഹൈ റെസിസ്റ്റൻസ്, ദർ ഈസ് നോ കണക്ഷൻ. കാരണം രണ്ട് കണക്റ്റിംഗ് ലെയേഴ്സിന് നടുക്ക് എന്തുണ്ട്? ഒരു ഇൻസുലേറ്റർ ലെയറുണ്ട്. When a voltage is applied, the dielectric establish connection between the polysilicon and the N+ layer, which means a connection is established, or it will act as a closed switch. Okay, in the advantage we already പറഞ്ഞു, this is having small size as well as this is having low series resistance and low parasitic capacitance. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ അഡീഷണലി പറഞ്ഞതിനകത്ത് എഴുതിയിട്ടില്ല, നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, ഇപ്പോൾ കാണുന്നതാണ് മേജർ FPGA വെൻഡേഴ്സ്, മാനുഫാക്ചേഴ്സ് ഡിഫറെൻറ്റ്. നമ്മൾ ഓൾറെഡി ഡിഫറെൻറ്റ് പ്രോഗ്രാമിംഗ് ടെക്നോളജി കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ SRAM ബേസ്ഡ് FPGAs ആണെന്നുണ്ടെങ്കിൽ എക്സാമ്പിൾ സൈലിങ്സ്, അൾട്ടേറ, ആറ്റ്മൽ, ലാറ്റിസ് സെമികണ്ടക്ടേഴ്സ്, ദീസ് ആർ ദ ഡിഫറെൻറ്റ് വെൻഡേഴ്സ് who produce FPGAs which are based on the SRAM technology. Then flash as well as anti-fuse. Flash എന്ന് പറയുന്നത് floating gate as well as anti-fuse FPGAs manufacturers are Actel as well as quick logic. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. അപ്പോൾ സൈലിങ്സ് ഒക്കെയാണ് നമ്മൾ കൂടുതലും, സൈലിങ്സ്, അൾട്ടറ എന്ന് പറയുന്നതാണ് ഏറ്റവും മോസ്റ്റ് പോപ്പുലറായിട്ട് യൂസ് ചെയ്യുന്ന കാണുന്ന മാനുഫാക്ചേഴ്സ് എന്ന് പറയുന്നത്. ഔട്ട് ഓഫ് ഇറ്റ് സൈലിങ്സ് ഈസ് ഈവൻ മോർ കോമൺലി സീൻ. ഇപ്പോൾ സൈലിങ്സ് ഇപ്പോൾ നിങ്ങൾ ടെക്സ്റ്റൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ CLBയുടെ ഒക്കെ ഡയഗ്രാംസ് കാണുമ്പോൾ സൈലിങ്സിൻ്റെ XS3000 ലോജിക് ഫാമിലീസൊക്കെ ആയിരിക്കും കൂടുതലും CLBs ഒക്കെ കൂടുതലും ടെക്സ്റ്റുകളിൽ കണ്ടുവരുന്നത്. ഓക്കെ, നൗ കമ്മിങ് ഓൺ ടു ദ ഡിഫറെൻറ്റ് അഡ്വാൻറ്റേജസ് ഓഫ് FPGA. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈസ് ദ ഓഫ് ദ ഷെൽഫ്, വിച്ച് മീൻസ് എന്താണ്? നമ്മളുടെ അധികം മാനുഫാക്ചറിന് അധികം ഇൻവോൾവ്മെൻറ്റ് ഇതിനകത്ത്, അധികം മീൻസ് ബാക്കിയുള്ളതിനെ കമ്പയർ ചെയ്യുമ്പം എടുക്കുന്ന അത്രയും ടൈം ഇവിടെ വരുന്നില്ല അല്ലേ. കാരണം എന്താണ്? ഇത് നമ്മളുടെ
യൂസറാണ് ഇതിനകത്ത് എന്ത് ഫങ്ഷനാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ഡിസൈഡ് ചെയ്ത് അതിനകത്തെ കണക്ഷൻസും തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ബേസിക്കലി വൺ ഓഫ് ദ അഡ്വാൻറ്റേജസ് ഓഫ് ദ ഷെൽഫ്. അതിൻ്റെ മാനുഫാക്ചർ സൈഡിലുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത് കുറവാണ്. Therefore automatically the development cost will be less when compared with the other devices, and also short time to market. ഇതെല്ലാം ഓഫ് ദി ഷെൽഫ് ആയപ്പോൾ ഉള്ള അഡ്വാൻറ്റേജാണ് താഴെ പറഞ്ഞിരിക്കുന്നത് രണ്ടെണ്ണം. ഷോർട്ട് ടൈം ടു മാർക്കറ്റ് എന്ന് പറയുന്നത് എന്താണ്? കാരണം ഇത് അധികം ഇവർക്ക് ഡിസൈനിങ് സൈഡിലൊന്നും അവർക്ക് എന്താ പറയുന്നത് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കാരണം ഇതെല്ലാം ചെയ്യുന്നത് ആരാണ്? അത് മേടിക്കുന്ന അല്ലെങ്കിൽ അതിന് പ്രോഗ്രാമറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഈസി, അധികം ടൈം സ്പെൻഡ് ചെയ്യാതെ തന്നെ ഡിസൈനിങ്ങിന് അവർക്ക് ടൈം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ. ഒരു ജനറലൈസ്ഡ് ആയിട്ടുള്ളൊരു സർക്യൂട്ടറി അവർക്ക് ഉണ്ടാക്കി കൊടുത്താൽ മതി. കണക്ഷൻസ് എല്ലാം എന്തൊക്കെയാണ് അക്കോർഡിംഗ് ടു ദ റിക്വയർമെൻ്റ് ആണ് ചെയ്യുന്നത്. അപ്പോൾ therefore time to market as well as the cost can be easily reduced due to the advantage of the shelf, and also they are reprogrammable. വൺസ് ഇപ്പോൾ ഒരു പ്രോട്ടോടൈപ്പ് ഒക്കെ ഉണ്ടാക്കുന്ന ഇപ്പോൾ കേസ് വരുവാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ റിസർച്ച് പർപ്പസസ് ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഇനീഷ്യലി നമ്മളൊരു ലോജിക് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കി ട്രൈ ചെയ്തു. ഇഫ് ദർ ഈസ് സം എറർ ഇറ്റ് ക്യാൻ ബി ഈസിലി കറക്റ്റഡ്, ദെൻ റീപ്രോഗ്രാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ഒരു ഫുൾ IC ഒക്കെ നമ്മൾ ഓർ അതർ PLDs വെച്ച് നോക്കുമ്പോൾ ഒരു ഫുൾ IC ഒക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ട് അതിനെ വീണ്ടും ഇപ്പോൾ എന്തെങ്കിലും എറർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഈ പ്രോസസ്സ് ആദ്യം മുതൽ തുടങ്ങണം. അപ്പോൾ ഇവിടെ അങ്ങനെ പ്രശ്നം വരുന്നില്ല. ഉള്ള ഇൻ്റർ കണക്ഷനെ നമ്മൾ മാറ്റി കൊടുത്താൽ മതി അല്ലേ. അപ്പോൾ നമുക്കൊരു ഡിഫറെൻറ്റ് ലോജിക്ക് ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിലും എല്ലാം ചെയ്യാനായിട്ട് എളുപ്പമാണ് ഫോർ FPGA. സോ അതർ FPGA അഡ്വാൻറ്റേജ് ഫസ്റ്റ് കാണിച്ചിരിക്കുന്നത് ഇസ് ദ അഡ്വാൻറ്റേജ് ഓഫ് FPGA ഓവർ ASIC ആപ്ലിക്കേഷൻ സ്പെസിഫിക് ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ട്. അപ്പം ASIC എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഒരു സ്പെഷ്യൽ ഫംഗ്ഷന് വേണ്ടി മാത്രമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ICസിനാണ് നമ്മൾ ASIC എന്നുള്ള പേരിൽ വിളിക്കുന്നത്. അപ്പോൾ therefore when compared with ASICൻ്റെ എന്ന് പറയുന്നത് മാനുഫാക്ചറിങ് പ്രോസസ് ഈസ് കോസ്റ്റ്ലി ആസ് വെൽ as lengthy, and it engages a lot of manpower for ASIC, which means FPGAയുടെ ഓൾറെഡി നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് ഹാവിങ് ലെസ് കോസ്റ്റ് ആസ് വെൽ as ടൈം ടു മാർക്കറ്റ് കുറവാണെന്നൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ ഓൾറെഡി ഞാൻ പറഞ്ഞു ഇപ്പോൾ ഒരു ഡിസൈൻ സമയത്ത് എന്തെങ്കിലും എറർ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ബാക്കിയുള്ള കേസാണെന്നുണ്ടെങ്കിൽ വീണ്ടും ആദ്യം മുതൽ ഓൾറെഡി സാധനം മാനുഫാക്ചർ ചെയ്ത് എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തത് ഞാൻ ഇനീഷ്യലി ഞാൻ ഡിസൈൻ ചെയ്തതിനകത്ത് എറർ ഉണ്ടായിരുന്നു എന്നുള്ളത്. ബാക്കിയുള്ളതിൻ്റെ കേസാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഇതേപോലെ തന്നെ വീണ്ടും മാനുഫാക്ചറിൻ്റെ അടുത്ത് കൊടുത്ത് സാധനം പ്രൊഡ്യൂസ് ചെയ്ത് വരണം. ഇവിടെയാണെങ്കിൽ ആ പ്രശ്നം വരുന്നില്ല. ഞാൻ തന്നെ വീണ്ടും റീപ്രോഗ്രാം ചെയ്ത് എനിക്ക് വേറെ എക്സ്ട്രാ ഹാർഡ്വെയർ സർക്യൂട്ടറി ഒന്നും ഇല്ലാതെ തന്നെ എനിക്കിതിനെ റീപ്രോഗ്രാം ചെയ്തെടുക്കാനായിട്ട് പറ്റും. ആൻഡ് ഓൾസോ ഓൾറെഡി പറഞ്ഞു ക്യാൻ ബി യൂസ് ഫോർ ദി പ്രോട്ടോടൈപ്പിംഗ് പ്രോസസ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം, ആസ് വെൽ ആസ് ഡിജിറ്റൽ സർക്യൂട്ട്സിൻ്റെ ഇപ്പം പ്രൊജക്റ്റ് ഓർ റിസർച്ച് എനിത്തിങ് അതിനൊക്കെ കോമൺലി യൂസ് ചെയ്യാൻ പറ്റുന്ന ആണ് FPGA. ആൻഡ് ഓൾസോ സോഫ്റ്റ്വെയർ അപ്ഗ്രഡേഷൻ ഒക്കെ ഈസി ആയിട്ട് പോസിബിൾ ആണ്. ആൻഡ് ഇറ്റ് ഹാവിങ് എ വൈഡ് റേഞ്ച് ഓഫ് ആപ്ലിക്കേഷൻസ്, ആൻഡ് ഓൾസോ ദേ ആർ റീകോൺഫിഗറബിൾ. എന്ന് പറയുമ്പോൾ വൺ ആപ്ലിക്കേഷൻ ടു അനദർ ആപ്ലിക്കേഷനിലേക്ക് പോകണമെങ്കിൽ ദാറ്റ് ക്യാൻ ബി ഈസിലി ഡൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് FPGA. ഓക്കെ, ഇപ്പോൾ കാണിച്ചിരിക്കുന്നതാണ് ആർ ദ ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസ് ഓഫ് FPGA. ഇപ്പം consumer electronics, security systems, video and image processing, aerospace, wireless communication, medical electronics, scientific instruments, അങ്ങനെ it is having a wide variety of applications. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞ ഒരു ബെനിഫിറ്റ് അനുസരിച്ച് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കൺസ്യൂമർ ഇലക്ട്രോണിക്സിൻ്റെ അകത്ത് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നൊരു ഉപയോഗിച്ച സെയിം ഹാർഡ്വെയറിനെ തന്നെ ക്യാൻ ബി ഈസിലി അപ്ഗ്രേഡഡ് ആൻഡ് യൂസ് ഇൻ സം അതർ ആപ്ലിക്കേഷൻ. ഒരു ആപ്ലിക്കേഷൻ ടു അനദർ ആപ്ലിക്കേഷൻ എനിക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ പോലും ഒരു സെയിം ഹാർഡ്വെയർ സർക്യൂട്ട് എനിക്ക് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്താൽ മതി, ഞാൻ പ്രോഗ്രാം ചെയ്ത് കൊടുക്കുക, ദെൻ ബേൺ ദ ന്യൂ പ്രോഗ്രാം ഇൻ ടു ദ FPGA, ആൻഡ് അക്കോർഡിംഗ് ടു ദ പ്രോഗ്രാം ഇൻ ദ FPGA എന്ത് സംഭവിക്കും, ഒരു ഏത് പ്രോഗ്രാം ചെയ്യാന്ന് പറയുമ്പം യൂസിങ് എനി ഓഫ് ദ HDLs, VLSI ഓർ VSTL, അങ്ങനെ എനി ഓഫ് ദ HDLs ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് തന്നെ പുതിയൊരു ആപ്ലിക്കേഷനിലേക്ക്
കൊണ്ടുവരുവാന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ ജസ്റ്റ് എനിക്ക് പുതിയൊരു പ്രോഗ്രാം ബേൺ ചെയ്യുക, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോൺഫിഗറേഷൻ ഹാർഡ്വെയറിൽ കണക്ഷൻസ് ഓർ അങ്ങനത്തെ പോയിൻ്റ് ഓഫ് വ്യൂവിലുള്ള കണക്ഷൻസ് ചേഞ്ച് വരുത്തണമെങ്കിൽ അത് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? ഇപ്പം സാധാരണ നമ്മൾ ബാക്കിയുള്ള ഡിവൈസസിലെല്ലാം ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിന് വേറൊരു ആപ്ലിക്കേഷനിലേക്ക് ഉപയോഗിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, നമുക്ക് വൺ ഓഫ് ദ കൺസ്യൂമർ ഇലക്ട്രോണിക്സ്, ഇപ്പോൾ മെഡിക്കൽ ഇലക്ട്രോണിക്സിലേക്ക് ഞാൻ പോവുകയാണെങ്കിൽ പോലും എനിക്ക് യൂസിങ് ദ സെയിം ഹാർഡ്വെയർ ഇറ്റ് ഈസ് പോസിബിൾ ഡ്യൂ ടു ദിസ് അപ്ഗ്രഡേഷൻ പ്രോസസ്. ഇറ്റ് ക്യാൻ ബി ഈസിലി അപ്ഗ്രേഡഡ്. അപ്പോൾ ദെയർഫോർ അതുകൊണ്ട് തന്നെ കോസ്റ്റ് എന്ന് പറയുന്നത്, റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് ഈസ് വെരി ലെസ് വെൻ കമ്പയർഡ് വിത്ത് ദ അതർ ഡിവൈസസ്. ഇപ്പോൾ കണ്ടതാണ് ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസ് ആസ് വെൽ ആസ് ദ അഡ്വാൻറ്റേജസ് ഓഫ് FPGA. ആൻഡ് ദിസ് ഈസ് ഓൾ വിത്ത് FPGA. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു കോൺടാക്ട് മീ.